നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പലപ്പോഴായി മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ട് കനത്ത നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് കാലാകാലങ്ങളായി നിയമങ്ങൾ കടുപ്പിച്ച് മാതൃകാപരമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു നാടാണ് UAE. ഇപ്പോഴിതാ കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ കരുതൽ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് UAE എന്ന അറബ് നാട്. കുട്ടികളുടെ ഭിക്ഷാടനത്തിനും കുറ്റകൃത്യങ്ങൾക്കും പൂർണ്ണമായൊരു നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട്, പൂർണ്ണമായും തടയിട്ടുകൊണ്ട്, അതായത് കുട്ടികളെ ഭിക്ഷാടനത്തിനും കുറ്റകൃത്യങ്ങൾക്കും ഉപയോഗിച്ചാൽ കർശന നടപടി നേരിടേണ്ടി വരുമെന്നുള്ള സൂചന നൽകിക്കഴിഞ്ഞു, നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു UAE. 5000 ദിർഹം വരെ പിഴയും 1 വർഷം വരെ തടവും ലഭിക്കാവുന്ന കുറ്റമാണിതെന്ന് UAE പബ്ലിക് പ്രോസിക്യൂഷൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കുട്ടികളെ ഭിക്ഷാടനത്തിനും കുറ്റകൃത്യങ്ങൾക്കും ഉപയോഗിച്ചാൽ കർശന നടപടി തന്നെ നേരിടേണ്ടി വരും എന്നുള്ള വലിയൊരു മുന്നറിയിപ്പ് തന്നെയാണ് ഈ കൊറോണ പ്രതിസന്ധി കാലത്ത് രാജ്യം നൽകിയിരിക്കുന്നത്. കുട്ടികളെ ഭിക്ഷാടനത്തിനും കുറ്റകൃത്യങ്ങൾക്കും ഉപയോഗിച്ചാൽ ഇനി നേരിടേണ്ടി വരുന്നത് അതിശക്തമായ നടപടികൾ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 5000 ദിർഹം വരെ പിഴ, 1 വർഷം വരെ തടവും ലഭിക്കാവുന്ന കനത്ത കുറ്റമാണിത് എന്ന് തന്നെയാണ് UAE പബ്ലിക് പ്രോസിക്യൂഷൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കുട്ടികൾക്ക് വേണ്ട സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകാതെ അവരെ ഭിക്ഷാടനത്തിനും കുറ്റകൃത്യങ്ങൾക്കും ഉപയോഗിക്കുന്നതിനെതിരെ UAE പബ്ലിക് പ്രോസിക്യൂഷൻ പ്രത്യേക വീഡിയോ പുറത്തിറക്കിയാണ് ബോധവൽക്കരണ പരിപാടി ഇപ്പോൾ സജീവമായി നടത്തുന്നത്. കുട്ടികളെ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യുന്നവർ കുറഞ്ഞത് 2000 ദിർഹം മുതൽ 5000 ദിർഹത്തിൽ കൂടുതലോ പിഴ ശിക്ഷ വിധിക്കാം. പോരാത്തതിന് തടവ് ശിക്ഷയും ഉണ്ടാകും. 1976 മുതൽ ഈ നിയമം UAE-യിൽ നിലവിലുണ്ടെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. കുട്ടികളെ ഭിക്ഷാടനത്തിന് ഉപയോഗിക്കുന്നവരും അതിന് പ്രേരിപ്പിക്കുന്നവരും കൂട്ടുനിൽക്കുന്നവരും കുറ്റവാളികളായിരിക്കും. കുട്ടികളെ കുറ്റകൃത്യത്തിന് പ്രേരിപ്പിക്കുന്നവർക്ക് കുട്ടികൾ കൃത്യം നിർവഹിച്ചില്ലെങ്കിലും ശിക്ഷയുണ്ടാകും. കുട്ടികൾക്ക് നേരെ ഭീഷണിയും ബലപ്രയോഗവും സമാനമായ രീതിയിലാണ് കൈകാര്യം ചെയ്യുക. അത് അധ്യാപകരാണെങ്കിൽ പോലും ശിക്ഷാ നടപടി നേരിടേണ്ടി വരും. 1 ലക്ഷം വരെ തടവ് ലഭിക്കുമെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.